അർജുനനെ ജീവനോടെയല്ല കിട്ടിയത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാരുടെ സ്നേഹാദരങ്ങള് കിട്ടുന്നത്? അല്ല, നിങ്ങൾ ഓരോ സ്റ്റേജുകാരും ഞങ്ങളുടെ സ്റ്റേജില് ഇവരാ മാലയിട്ട് സ്വീകരിക്കുന്നതും മനാഫിന. പക്ഷെ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇവനെ പൂട്ട് പൂജിക്കുന്നത്? മലപ്പുറം മനാഫ്, കോഴിക്കോട് വെള്ളരിപ്രാവ്, ഞമ്മന്റെ സുഡാപ്പി, ഇതാ വെളുത്ത് 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 വലിയ മാർപ്പാപ്പ പട്ടൊക്കെ നേടി സമാധാനത്തിനുള്ള അവാർഡും കൂടി ഇനി ഞമ്മന്റെ മനാഫ് സുഡാപ്പിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു. അർജുന്റെ കുടുംബത്തിന്റെയും മനാഫിന്റെയും ഇടയിലുള്ള ഇത്രയും വലിയ ഒരു വർഗീയത ഉടലെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ചില വർഗീയവാദികളുടെ ചിന്തകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ തുടരെ പറഞ്ഞുതരാം. അപ്പോൾ ഇതില് ആദ്യം കഥ തുടങ്ങുന്നത് അർജുൻ ഇതുപോലെ മനാഫ് എന്ന് പറഞ്ഞ മുസ്ലിം യുവാവിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ കമ്പനിയിൽ ജോലിക്ക് പോകുന്നു. നല്ല രീതിയിൽ വേതനമൊക്കെ കിട്ടി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിനിടക്ക് പെട്ടെന്ന് ശിരൂര് വെച്ചിട്ട് മണ്ണിടിച്ചിലിൽ അർജുന്റെ ട്രക്കും അർജുനും കൂടെ മണ്ണിടിച്ചിൽ കാണാതാവുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 72 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ അവസാനം അർജുന്റെ ശരീരം തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഈ ശരീരം തിരിച്ച് നാട്ടിലെത്തിയ സമയത്ത് എല്ലാ ആളുകളും സംസാരിച്ചത് മനാഫ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ്. മനാഫിന്റെ ചങ്കൂറ്റം, മനാഫിന്റെ നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ മനാഫിന്റെ കഠിന പ്രയത്നം, മനാഫിന്റെ ഉത്തരവാദിത്ത ബോധം, അങ്ങനെ മനാഫ് മാത്രമായിരുന്നു മീഡിയയിൽ നിറഞ്ഞു നിന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. മനാഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പുറത്ത് കിടക്കുന്ന അർജുൻ എന്ന് പറയുന്നത്, അർജുന്റെ കുടുംബം എന്ന് പറയുന്നത് മറ്റൊരു മതവിഭാഗത്തെ, ഹിന്ദു മതവിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു അർജുന്റെ ഇത് ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇനി മതത്തെ കുറിച്ച് തൊട്ട് കളിച്ചു അത് ഇതെന്നൊന്നും പറഞ്ഞ് താഴെ കമന്റ് ചെയ്തേക്കരുത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് എന്ന് പറഞ്ഞ മുസ്ലിം മനുഷ്യൻ ഇതിന്റെ പേര് മാത്രം മീഡിയയിൽ വന്ന സമയത്ത് ചില ആളുകൾ, അർജുന്റെ കുടുംബത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവരെ പിരികയറ്റിയതായിരിക്കാം. ഒരു കണക്കിന് സോഷ്യൽ മീഡിയ ആണ് മനുഷ്യന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ്, അതുപോലെ തന്നെ ആളുകളുടെ ഇൻഫ്ലുവൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വളരെയധികം പ്രശസ്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അർജുന്റെ കുടുംബത്തെ ചില തനിക്ക് തൻ്റെതായിട്ടുള്ള ചില പ്രിൻസിപ്പൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ ഫാമിലിക്കും അതിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പൾസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു അർജുന്റെ ഉള്ളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആ ഒരു മത വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് അവർ കേൾക്കാനിടയായത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 1-2 പേരുടെ വീഡിയോ ക്ലിപ്സ് കാണാനിടയായി. വിഷം ചീറ്റുന്ന വർഗീയവാദികൾ എന്നല്ലാതെ ഇവരൊന്നും പറയാനില്ല. ഇതിനിടയിൽ മതം കളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് 100% എൻ്റെ വിശ്വാസം. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കാനായിട്ട് ആർക്കും പറ്റില്ല. മനാഫ് ആദ്യമേ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇതൊരിക്കലും ഒരു മതസ്പർദ്ധയായിട്ട് പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതൊരു മതസ്പർദ്ധയായിട്ട് പോയി. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മാപ്പ് പറഞ്ഞു. എന്നിട്ട് പോലും അർജുന്റെ കുടുംബവും അതുപോലെ അർജുന്റെ കാര്യങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അപ്പം ഞാൻ യൂട്യൂബിലൂടെ പോകുന്ന സമയത്ത് നമ്പർ 1 എനിക്കൊരു ഫേക്കോളി അമ്മായിയുടെ വീഡിയോ ആണ് കണ്ടത്. ഇതിനകത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് അർജുന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നതിനാണോ അയാൾ ഇങ്ങനെ മാലയിട്ട് പൂജിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ മനാഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അർജുന്റെ ശരീരം അവർക്ക് ഒരു അസ്ഥികൂടമെങ്കിൽ അസ്ഥികൂടം അവർക്ക് എന്താ പറയാ, അവർക്ക് അന്ത്യകർമ്മം ചെയ്യാനായി കിട്ടി എന്നുണ്ടെങ്കിൽ അത് മനാഫിന്റെ മാത്രം എടുക്കാണ്. ഇതിനാണോ നിങ്ങൾ ആ മനുഷ്യനെ പൂവിട്ട് പൂജിക്കുന്നത്? ഇതിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ആ ഫേക്കോളി അമ്മായി ചോദിക്കുന്നത്. എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം. അപ്പൊ മനാഫ് പാർട്ട് 3 എനിക്ക് സംശയങ്ങള് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അർജുനനെ ജീവനോടെയല്ല കിട്ടിയത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാരുടെ സ്നേഹാദരങ്ങള് കിട്ടുന്നത്? അല്ല, നിങ്ങൾ ഓരോ സ്റ്റേജുകാരും ഞങ്ങളുടെ സ്റ്റേജില് ഇവരാ മാലയിട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുനെ നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ലായിരുന്നു. അവരെ പൂമാല ഇട്ടിട്ടെങ്കിലും സ്വീകരിക്കായിരുന്നു, അല്ലെ മനാഫിന. പക്ഷെ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇവനെ പൂട്ട് പൂജിക്കുന്നത്? അർജുൻ മരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നോ? ഈ മനാഫിന സ്നേഹാദരം, സെൻഡ് ഓഫ് ഇതൊക്കെ ചെയ്യാൻ മാത്രം
ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കേരളത്തിലെ വിഡ്ഢികളോടാണ് ചോദിക്കുന്നത്. അർജുന ജീവനോടെയല്ല കിട്ടിയത്. 72 ദിവസം. ആ 72 ദിവസം എങ്ങനെ ലേറ്റായി എന്നുള്ളത് കർണാടക സർക്കാർ കൃത്യമായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെ സുഹൃത്തുക്കളെ? ആഹാ, എന്തൊരു നല്ല ന്യായം. വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന, മനാഫിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ കുടുംബത്തോടൊപ്പം, അതായത് ആ കുടുംബത്തിന് ഒരാളാണ് നഷ്ടപ്പെട്ടത്. ആ ആള് നഷ്ടപ്പെട്ടിട്ടും ഇവരെ പോലെയുള്ള ആൾക്കാരെ സ്നേഹാദരങ്ങൾ പിടിച്ചു വാങ്ങുമ്പോൾ ഓരോ ദിവസം അർജുന്റെ ഓർമ്മ പിന്നെയും വരിക ചെയ്യാം അല്ലെ? അപ്പൊ അതാണ് ആ വീട്ടുകാർ പറഞ്ഞത്. ഇവനെന്താ ചെയ്യുന്നത്? മുതലെടുക്കല്ലേ ചെയ്യുന്നത്. നാണവും മാനവുമില്ലാത്തൊരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവൻ അത്രക്കും നല്ലതാണെങ്കിൽ അയ്യോ എന്റെ ഒരു ഉറ്റ ഫ്രണ്ടാണ് പോയത്, നമ്മൾ ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്. കാരണം നമുക്ക് ആ കുടുംബത്തിനോടൊപ്പം ആ ഒരു ഇതിലേക്ക് പങ്കുചേരാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നതിന് പകരം നാട് നീളെയാണ് സ്നേഹാദരങ്ങൾ കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നത് മനാഫ്. അപ്പൊ ഇതിനെന്താ പറയുക? നിങ്ങൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് 4ലേക്ക്. ഈ അമ്മായിക്ക് കുരു പൊട്ടിയത് കണ്ടിട്ടാണ്. ഇതൊരു മുസ്ലിം ആയതുകൊണ്ടായിരിക്കും ഈ അമ്മായിക്ക് ഇത്ര കുരു പൊട്ടിയിട്ടുണ്ടാവുക. കാരണം പൊട്ടും അതുപോലെ തലയിൽ ഷോളൊന്നും ഇടാത്ത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു മുസ്ലിം സ്ത്രീ അല്ല എന്നുള്ളത്. അപ്പൊ അവർക്ക് കുരു പൊട്ടിയത് ഇത് മനാഫ് ഒരു മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തിനാണ് ഇവിടെ മനുഷ്യത്വത്തിന്റെ ഇടയിൽ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? മനാഫ് ഒരിക്കലും മതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞാനൊരു മുസ്ലിമാണ്, അർജുൻ ഹിന്ദു ആണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാവരും സംസാരിച്ചത് മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. ഇത്രയും മനുഷ്യന്മാര് കേരളക്കര ഒന്നാകെ കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാവരും മനാഫിനെ സപ്പോർട്ട് ചെയ്തത് മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരൊറ്റ ബേസിസിലാണ്. അർജുൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ച സമയത്ത് മനാഫ് തിരിച്ചു കൊണ്ടുവന്നത് മനുഷ്യത്വത്തെ കുറിച്ചാണ് ആളുകൾ സംസാരിച്ചത് അവിടെ. അതല്ലാതെ മനാഫ് മുസ്ലിമാണ്, അർജുൻ ഹിന്ദു ആണ്. മനാഫിന് ചിന്തിച്ചുകൂടായിരുന്നോ അർജുൻ ഒരു ഹിന്ദു ആണ്, അപ്പൊ ഞാൻ എന്തിനു കൊണ്ടുവരണം എന്ന് ചിന്തിച്ചോ? ഇല്ല. മനാഫ് കൊണ്ടുവന്നത് തന്റെ കടമ പൂർത്തീകരിച്ചു. കടമക്കും മുകളിലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഫൈക്കോളി അമ്മായി നിന്ന് ചലച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയും മനാഫിന് അവരെ മാലയിട്ടല്ല പൂജിക്കുക, ചിലപ്പോൾ നോട്ടുമാല ഇട്ടെന്നെ പൂജിക്കാൻ മലയാളക്കര തയ്യാറാണ് എന്ന് അറിയിച്ചുകൊള്ളാണ്. രണ്ടാമത്തത് മറ്റൊരു വിഷൻ ചീറ്റി. നമുക്ക് അയാളുടെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നമസ്കാരം. എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും AK-47 കത്തി കുന്തം മലപ്പുറം മനാഫ് കോഴിക്കോട് വെള്ളരിപ്രാവ് ഞമ്മന്റെ സുഡാപ്പി ഇതാ വെളുത്ത് 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 വലിയ മാർപ്പാപ്പ പട്ടക്ക് നേടി സമാധാനത്തിനുള്ള അവാർഡും കൂടി ഇനി ഞമ്മന്റെ മനാഫ് സുഡാപ്പിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്തൊക്കെ പറയാന്ന് നോക്കൂ, എന്തൊരു കഷ്ടാണ് ആലോചിച്ചത്. അമിതമായിട്ട് വിനയം കാണിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് അതൊരു സുഡാപ്പി കൂടിയാണെങ്കിൽ ഇതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്തരത്തിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മളൊക്കെ കൃത്യമായി തെളിവ് സഹിതം സംസാരിച്ച സമയത്ത് മനാഫിനെ അനുകൂലിക്കുന്ന കുറെ എണ്ണം നമ്മളെയൊക്കെ പച്ച തെറി വിളിക്കാൻ വേണ്ടി വന്നിരുന്നില്ലേ? ആ തെറി വിളിച്ചവന്മാർക്കൊക്കെ കൃത്യമായിട്ട് മുഖമടച്ച് അടി കൊടുത്ത് മനാഫ് എന്ന് പറയുന്ന ഡാഷ് 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 മോൻ, ബാക്കിയത് നിങ്ങളോട് പൂരിപ്പിച്ചാൽ മതി. കാരണം പലർക്കും മനാഫ് ഈ ലോകത്തിന്റെ തന്നെ മാതൃക. നോക്കൂ, നമ്മൾക്കറിയാം ഒരു സുഡാപ്പിയെ, ഒരു ജിഹാദിയെ എങ്ങനെയാണ് ഇവിടുത്തെ ജിഹാദികൾ വെളുപ്പിച്ചെടുക്കുക എന്ന് കൃത്യമായിട്ടും അറിയാം. അത് കൃത്യമായിട്ടൊരു മനാഫ് അത് ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും മനാഫിനെതിരെ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കും. എന്തോരം വിഷാണ് മൈ ഡിയർ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. ഒരു സ്ഥലത്ത് പോലും മനാഫ് മുസ്ലിമാണ്, അർജുൻ ഹിന്ദു ആണെന്ന് പറഞ്ഞ രീതിയിൽ എവിടെയും സ്റ്റോറി കണ്ടിട്ടില്ല. പക്ഷെ ഇതുപോലുള്ള വർഗീയവാദങ്ങൾ, സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഈ ഒരു വർഗീയത എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളിൽ കിടക്കുന്ന സാധനമായിരുന്നു. ആരും പ്രത്യക്ഷത്തിൽ പുറത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഇതൊരു വർഗീയ രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വർഗീയത പറഞ്ഞുകൊണ്ടാണ് ഇപ്പം മനാഫിനെ കുറച്ചാളുകൾ കല്ലെറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വർഗീയത, മതം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ ചേരിതിരിവ്? മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഈ മനാഫിന് പകരം മറ്റൊരു ഹിന്ദു സഹോദരനാണ് അർജുനെ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ അർജുന്റെ കുടുംബത്തിന് യാതൊരു പ്രശ്നവും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു മനാഫിനെ കുറ്റം പറയുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവിടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ,
വർക്ക് ചെയ്യുന്നത് വർഗീയത എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ്. അവിടെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു സമൂഹം മുസ്ലിംസ് എന്നുള്ള രീതിയിൽ മനാഫിന് ആ ഒരു രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. വളരെ മോശം എന്നല്ലാതെ ഇതിനൊന്നും പറയാനില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ വേണ്ടി പഠിക്കുക. മതങ്ങളുണ്ട്, അത് നമ്മളുടെ വിശ്വാസത്തിൽ മാത്രമായിട്ട് ഒതുങ്ങണം. അതല്ലാതെ മറ്റൊരു മനുഷ്യനെ ഒരു മതത്തിന്റെ കണ്ണിലൂടെ ഒരിക്കലും നോക്കിക്കാണരുത്. എൻ്റെ മതം, എൻ്റെ വിശ്വാസം, അത് മറ്റൊരാൾ ഉപദ്രവിക്കുന്ന രീതിയിലാവരുത്. നമ്മൾ മറ്റൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അതൊരു മനുഷ്യത്വം എന്നുള്ള രീതിയിൽ നോക്കുക. അതല്ലാതെ അയാൾ ഹിന്ദുവാണ്, അയാൾ ക്രിസ്ത്യനാണ്, അയാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാലേ ഈ ലോകത്ത് എല്ലാവരും തല്ലി 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 ചാകത്തേ ഉള്ളൂ. അതല്ലാതെ ഒരു മനുഷ്യന് നന്നാവാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ എനിക്കിത് കണ്ട സമയത്ത് സംസാരിക്കണമെന്ന് തോന്നി. ഇങ്ങനെയുള്ള വർഗീയവാദികളെ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. അതിനെതിരെ കേരളക്കര ഇനിയും സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അമ്മായികളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള അപ്പൂപ്പന്മാരൊക്കെ ഇനിയും വരും. ഇങ്ങനെയുള്ള ആളുകളെ കാലുവെട്ടി സൈഡിലിടണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയും തമ്മിൽ തെറ്റിക്കാൻ ഇക്കൂട്ടരെ മുന്നിലുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ കൊണ്ട് കാണാം. ബൈ.